മാങ്ങയും യോഗട്ടും കൊണ്ടൊരു മൂസി ഉണ്ടാക്കാം. നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുണ്ട്. മൂസി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള നല്ല പഴുപ്പുള്ള മല്ലിക മാങ്ങയാണ്. ഇത് കെമിക്കലുകളൊന്നും ചേർക്കാതെ പഴുപ്പിച്ചെടുത്തതാണ്. മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. യോഗട്ടിലെ പ്രോബയോട്ടിക്കുകളും മാങ്ങ പിസ്തയിലെ ഫൈബറും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. പ്രോട്ടീൻ ഫൈബർ സമൃദ്ധമായ ഈ സ്മൂത്തി ശരീരഭാര നിയന്ത്രണത്തിനും വിശപ്പ് കുറയ്ക്കാനും നല്ലതാണ്. മുറിച്ചു വെച്ച മാങ്ങയുടെ കൂടെ 200 ഗ്രാം യോഗട്ടും കുറച്ച് മുറിച്ച പിസ്തയും എടുക്കാം. മുഴുവൻ മാങ്ങയും ജാറിലിട്ട് ഇനി ഇതിൻ്റെ കൂടെ 200 ഗ്രാം യോഗട്ടും കൂടി ചേർക്കാം. ഇത് രണ്ടും മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് സ്മൂത്തി ഉണ്ടാക്കാം. മാങ്ങയുടെ മധുരവും യോഗർട്ടിൻ്റെ പുളിരുചിയും സമതുലിതമാക്കുന്നു. പഞ്ചസാര ചേർക്കാതെ തന്നെ രുചികരമാക്കാൻ സാധിക്കും. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ചൂടുകാലത്ത് കഴിക്കാൻ നല്ലതാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബുകൾ ഇടാം. ഐസ് ചേരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി മധുരം വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം. പക്ഷേ പഞ്ചസാര ആരോഗ്യത്തിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ഇല്ലാത്തതാണ് നല്ലത്. ഇനി ചിലർ തേൻ ഉപയോഗിക്കും. അതും കുറച്ച് മാത്രം മതി. ഇനി ഇത് കുറച്ചുകൂടി റിച്ച് ആക്കണമെങ്കിൽ ചിയാ സീഡ് ഉപയോഗിക്കാം. അതിനു വേണ്ടി ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർക്കണം. ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇനി മാങ്ങ ചെറുതാക്കി മുറിച്ച് അതും ഇടാം. ഇത് സ്മൂത്തിയുടെ കൂടെ കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അടുത്തതായി പിസ്ത അരിഞ്ഞത് ഇടാം. പിസ്തയുടെ കൂടെ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. ഈ മാംഗോ യോഗട്ട് മൂസ് പരമ്പരാഗത ഡെസേർട്ടുകളേക്കാൾ ആരോഗ്യകരമായ ഒരു ബദലാണ്. പ്രോട്ടീൻ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ സംയോജനം ശരീരത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും ഒരു ഡെസേർട്ടാണെന്നോർത്ത് അളവ് ശാസ്ത്രത്തോടെ കഴിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടും. മാങ്ങാക്കാലം കഴിയുന്നതിന് മുമ്പേ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.